ഹലോ, എല്ലാവർക്കും വിസ്മയാസ് ക്രിയേഷൻസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റാണ്. അപ്പോൾ ആ സ്റ്റാർസൊക്കെ ഞാൻ ഉണ്ടാക്കിയ കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പറില്ലേ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധാ ഒരു ന്യൂസ് പേപ്പർ, ഇതാണ് നമ്മുടെ മെയിൻ സാധനം. അപ്പോൾ അത് ഞാൻ ആദ്യമേ തന്നെ നമുക്കൊരു കോൺ ഉണ്ടാക്കണം. ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ബേസിന് വേണ്ടിയിട്ടൊരു കോൺ ഉണ്ടാക്കണം. അതിനായിട്ട് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. കുറച്ചൊരു കട്ടിയിൽ വേണം കേട്ടോ. അതിനുശേഷം സാധാ ഒരു സെല്ലോ ടേപ്പോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പശ വെച്ച് ഒട്ടിക്കാം, ഫെവിക്കോളോ ഗ്ലൂഗണോ എന്ത് വേണമെങ്കിലും വെച്ച് ഒട്ടിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ അടിഭാഗത്ത് നേരെ എല്ലാവരും ഉണ്ടാവുക, അതൊന്ന് നേരെയാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ബേസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഒട്ടിക്കാനുള്ള സംഭവം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ന്യൂസ് പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ന്യൂസ് പേപ്പറിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ സമചതുരങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്യണം. ചെറിയ ചെറിയ സമചതുരങ്ങളെ. അങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ അത്. അപ്പം നമുക്ക് ലീഫുകൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമേ തന്നെ നമ്മളൊരു ചതുരം എടുത്തിട്ട് അതിനൊന്ന് കോണാക്കിയിട്ട് മടക്കുക. ചിലപ്പോൾ അത് നേരെ ആയിരിക്കില്ല, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വശം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടില്ലേ, ഒരു വശം ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ വശം നമ്മളിപ്പോൾ മടക്കിയ വശത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് മടക്കുക. പറയുന്നതിനെക്കാട്ടും കൂടുതൽ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. എന്നിട്ട് അടിഭാഗത്ത് ഒരു സെല്ലോ ടേപ്പോ ഗമ്മോ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ച് വെക്കാം. ഞാനപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വീഡിയോ ഓണാക്കിയിട്ട് പോസ് ചെയ്ത് വെച്ച് ചെയ്താൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഞാൻ ഒരുപാട് എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു കോണിലേക്ക് ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ അതിനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. സാധാ ഏതെങ്കിലും ഒരു ഗ്ലൂ യൂസ് ചെയ്താലും മതി. പിന്നെ എൻ്റെ ഗ്ലൂ ഗണ്ണ് എത്ര വോൾട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 100 വോൾട്ടാണേ. ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യമേ തന്നെ ഫസ്റ്റ് നേരം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇതുപോലെ വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. നമ്മളൊന്ന് വെച്ച് നോക്കുന്ന സമയത്ത് നന്നായിട്ട് അവിടെ ഇരിക്കുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഹാഫോളം കംപ്ലീറ്റ് ചെയ്തു. ഇനി മുകളിലോട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇനിയും ബാക്കിയുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ലീഫ്. ഇത് എങ്ങനെയാണെന്ന് രണ്ടാമത്തെ നേരം ഒട്ടിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അടിഭാഗത്ത് 2 എണ്ണം ഒട്ടിച്ചില്ലേ, ഇതുപോലെ 2 എണ്ണം ഒട്ടിച്ചു. ആ 2 എണ്ണത്തിൻ്റെ നടുവിലായിട്ട് വേണം മുകളിൽ ഒട്ടിക്കാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. മുകളിൽ ഞാൻ ഒട്ടിച്ചിട്ടില്ല കേട്ടോ. അവിടെ നമുക്ക് സ്റ്റാർ ഒട്ടിക്കാനുള്ളതാണ്. ഇനി നമുക്ക് പെയിൻറ് അടിച്ചു കൊടുക്കണം. ഞാനിവിടെ ഇനാമൽ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. പിന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബ്രഷ് ഉപയോഗിച്ചാണ് അടിച്ചു കൊടുക്കുന്നത്.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്യാനുള്ള ആക്രിലിക് പെയിൻറ്റ് എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഇത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ തന്നെ വെച്ചാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്നാൽ നമുക്ക് മുകളിലായിട്ട് സ്റ്റാറും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റാറാണ് കേട്ടോ, സാധാ ഒരു നോർമൽ സ്റ്റാറാണ്. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമല്ലോ. അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ക്രിസ്മസ് ട്രീകളൊക്കെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടല്ലേ ഡെക്കറേറ്റ് ചെയ്യുക. സ്റ്റോൺസ്, ബീഡ്സ്, തെർമോക്കോൾ ബോൾസ് എന്ത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. സ്റ്റാർ മാത്രം ഒട്ടിച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇത് ഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഇതിന് ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ ഇന്ന് നമ്മൾ എന്നാണ് വീഡിയോ ഇടുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. ഇന്ന് നമ്മൾ വെള്ളിയാഴ്ചയാണ് വീഡിയോ ഇടുന്നത് at 4 PM കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചിലപ്പോൾ ബുധനാഴ്ച ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.